എനിക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ ബെൽജിയത്താട്ടോ ഉള്ള പറയാല്ല. മോനെ ഇതേ പാതാളത്തിലേക്കാണ് പോകുന്നത്, പാതാളത്തിലേക്ക്. ഇത് ഇറക്കുമെന്നറിയാം. കറക്റ്റ് റോഡാട്ടോ. നമ്മള് ബെൽജിയം കയറി. മണ്ടയൊക്കെ തട്ടുമെന്നാ സംശയം. ഇതിനകത്തൊക്കെ എന്തിനാ ദൈവമേ ഇത് ബിൽഡിംഗ് എല്ലാം കൊണ്ടുവെക്കുന്നത്? ചില സ്ഥലങ്ങളൊക്കെ വളരെ കോമഡി തന്നെയാണ്. ഇപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചിട്ടൊക്കെ പോകണം. നമ്മൾ ഇവിടുന്ന് റൗണ്ട് അപ്പ് അടിച്ചിട്ട് തിരിക്കണം. ആ ചങ്ങായി നമ്മളെ ഒരു തരത്തിൽ അടുപ്പിക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് വെളിയിൽ ഇറങ്ങാൻ വിടുന്നില്ല. എന്താണ് സുഖമല്ലേ? ഇന്നലെ നമ്മൾ വന്ന് കിടന്ന പാർക്കിങ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു കസേര പോലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. വലിയ പാർക്കിംഗ് ആണ്, വമ്പം പാർക്കിംഗ് ആണ്. ഇത് നമ്മുടെ വണ്ടി. അത് അവിടെയാണ് പമ്പ് വരുന്നത്. അതിൻ്റെ അപ്പുറം അങ്ങോട്ടൊക്കെ പാർക്കിംഗ് ആണ്. നല്ല തണുപ്പ് രാവിലെ. ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ വെച്ച വണ്ടി. കാരണം എനിക്ക് ഇവിടെ സ്ഥലം കിട്ടിയില്ല. നേരെ മുമ്പിൽ ഇവിടെ ഈ മുൻവശത്ത് വണ്ടി ഇട്ടോണ്ട് എനിക്ക് അങ്ങോട്ട് ഇത് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഈ വണ്ടി പോയിട്ട് നേരെ ആ സാധനത്തിന്റെ മേലെല്ലാം കയറ്റിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് റിവേഴ്സ് വെച്ച് കയറ്റിയത്. ഇവിടെ പാർക്കിങ് കിട്ടിയില്ലായിരുന്നു, തെണ്ടിപ്പോയാനെ. എൻ്റെ ബാക്കോട്ട് കൊണ്ട് കേട്ടോ പാർക്കിങ്. ഭീകര പാർക്കിങ് അത്. വേണ്ട അവിടെ പമ്പ് വേണ്ട വണ്ടി കിടക്കുന്ന വേണ്ട വമ്പം പാർക്കിങ് അത്. എന്നാലും ഇവിടെ വണ്ടി ഉണ്ടായിരുന്നു, അവിടെ വണ്ടി ഉണ്ടായിരുന്നു, എല്ലാം എടുത്തിട്ട് പോയതാ കേട്ടോ. തണുപ്പ്. ഇത് ഇലക്ട്രിക് കുക്കറാണ് കേട്ടോ. നമ്മള് പാല് തിളപ്പിക്കാൻ വെച്ച പാലും ചായ. ഇത് കെട്ടാ പുല്ലും തിന്നോന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ കെറ്റിലൊക്കെ അടിച്ചു പോയി. അതുകൊണ്ട് ഇതിലാണ് പരിപാടി കേട്ടാ. എങ്ങനെ ചായ കുടിക്കണം രാവിലെ. ഗ്യാസിൻ്റെ ടോപ്പ് പൊട്ടിപ്പോയി. അതിൻ്റെ മേലെ വെക്കുന്ന സാധനമില്ല, അത് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്കിതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങും കേട്ടോ. ഇനി ഇവിടുന്ന് അത്രേ ഉള്ളൂ കിലോമീറ്റർ, ഏകദേശം 350 കിലോമീറ്റർ കേട്ടോ. രാവിലെ 11 മണിക്ക് ഇറക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞെന്തോ മാറിപ്പോയെന്ന് തോന്നുന്നു. 11 മണിക്ക്. ഇതേപോലെയാണ് ഇന്നലെ ഞാൻ റിവേഴ്സ് വെച്ച വണ്ടി. പാർക്കിംഗ് ഒക്കെ ഫുള്ള് വണ്ടി ഇറങ്ങി പോയി. കൊടൽമാലേൻ്റെ ഉള്ളിൽപ്പെട്ട പോലെ ഇത് മൊത്തം കറങ്ങി മറ്റേ റോട്ടിൽ കയറ്റുള്ളൂ. ഇത് വേറെ ഒരു മെയിൻ റോഡാട്ടോ പോകുന്നത്. ഇതാണ് നമ്മൾ പോകേണ്ട റോഡ്. ഇതിനപ്പുറം പമ്പാണ്. ഞാൻ ഇന്നലെ 2-3 വട്ടം ഇതിലാണ് കറങ്ങിയായിരുന്നു. വേണ്ട വണ്ടി വെച്ചിട്ട് വേണ്ട വരാൻ പറ്റാത്ത പോലെ. ഇതെല്ലാം ഇന്നലെ വെച്ചിരിക്കുന്ന കേട്ടോ. എല്ലാവരും എടുത്തിട്ട് പോയതാണ്. അതായത് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കിയ രീതിയിൽ എല്ലാവരും വണ്ടി വെക്കും സർവ്വസാധാരണമായിട്ട്. ഇതാണ്ട് ഇരിക്കുന്ന അല്ല തന്നെ തട്ടത്ത് ഡെഡ് എൻഡിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. രാത്രി വന്നാലേ കോമഡി ഉള്ളൂ കേട്ടോ, കാണാണ്ടിരിക്കുള്ളൂ. അല്ല വണ്ടി ടൈറ്റ് ആക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, പകലാകുമ്പോൾ പരമാവധി വണ്ടി പോകേണ്ട രീതിയിൽ എല്ലാവരും പോകേണ്ട രീതിയല്ല എല്ലാവരും എടുത്തിട്ട് പോകും കേട്ടോ വണ്ടി. 5-ാം നമ്പർ റോഡ്. നമ്മൾ ഒരിക്കലും വണ്ടി ഇവിടെ വെക്കാൻ പറ്റൂല കേട്ടോ. ഈ ചെറിയ വണ്ടി കിടക്കുന്നുണ്ടോ, ഇത് കോൺവോയ് വണ്ടിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഇവന്മാർ വന്നിട്ട് ഇതുണ്ടോ കോൺവോയ് കിടക്കുന്നുണ്ടോ, ഇവന്മാർ വന്നിട്ട് രാത്രി എണീപ്പിച്ച് വിടും കേട്ടോ. മറ്റേ സാധനം നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും വലിയ ഉണ്ടോ എന്ന് സംശയം കേട്ടോ. ഇപ്പോൾ മറ്റേ ലോഡർ ഇതെല്ലാവരും വണ്ടി എടുത്തിട്ട് പോയി. ഇതുണ്ടോ വണ്ടി ഇട്ടിരിക്കുന്നുണ്ടോ, സമയമില്ലാണ്ടാ കേട്ടോ. ഇതല്ല ഇതിനപ്പുറം ചെയ്യും ആൾക്കാർ. സമയം കഴിഞ്ഞും അതേപോലെ പാർക്കിംഗ് കിട്ടിയില്ല, ഇതല്ല ഇതിനപ്പുറം ചെയ്യും കേട്ടോ. ഇതുണ്ടോ അടുത്ത വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ല ശരിക്കും. ജർമ്മനി ഇട്ടാൽ പ്രശ്നമില്ല കേട്ടോ. റോട്ടിലാണ് വേണം, അതിൻ്റെ മുമ്പിൽ കൊണ്ട് ആൾക്കാരിടും വേണമെങ്കിൽ. ഗതി കെട്ടാൽ പോലും പുല്ലും തിന്നു എന്ന് പറഞ്ഞ പോലെ കേട്ടോ. ഇപ്പം നമ്മൾ 5-ാം നമ്പർ. ആകാശമെല്ലാം കണ്ട എന്താ രസമൊന്നും കണ്ടോ. 5:25 ആയുള്ളൂ, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ആകാശം കണ്ടോ, നല്ല അടിപൊളി, നല്ല കളർ. നല്ല ബോർഡ് നമ്പറും കാര്യങ്ങളൊക്കെ മേലെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പുറത്തോട്ട് തിരിയാനുള്ള റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങോട്ട്
ട്രക്ക് പോകാൻ പാടില്ല എന്നാട്ടോ അതിൻ്റെ ഇത്. ഇതിലും അടിപൊളിയായിരിക്കും കുറച്ചുകൂടി ഗെയിമൊക്കെ ഉണ്ടാകും. നല്ല ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എക്സിറ്റാണ് കേട്ടോ. ഈ തടിച്ച വര കാണുമ്പം എക്സിറ്റ് ഉണ്ടെന്ന് അതിനർത്ഥം. എന്നുണ്ടോ ആ നമ്പർ, റോഡിൻ്റെ നമ്പർ എക്സിറ്റിന് അങ്ങനെ ഉണ്ടാവുക. ഇത് വലിയ റോഡായതുകൊണ്ടാണ് അത് ബ്ലൂ കളർ കാണുന്നത്, അല്ലെങ്കിൽ യെല്ലോ കളറായിരിക്കും. നമ്മളിപ്പോൾ 6-ാം നമ്പർ റോഡിൽ കയറി കേട്ടോ. 6-ാം നമ്പർ റോഡ് കുറച്ച് ഓടാനുള്ളൂ. 2.9 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വീണ്ടും തിരിയാണ്ട് കേട്ടോ. 61-ാം നമ്പറിലേക്ക് കയറും. വരാനിരിക്കുന്ന ആളുകളൊന്നും പേടിക്കാനില്ല. മാപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പഠിക്കുക. നാട്ടിൽ നിന്നൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പഠിക്കുക. അത്രയാണ്. ഡിവൈസ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് വെക്കുക, പിന്നെ പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കും. പിന്നെ മാപ്പ് നമുക്കിത് എല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ ഈ പോകുന്ന കേട്ടോ. എല്ലാം മാപ്പിൻ്റെ മേലെയാണ് നമ്മൾ ഈ പോകുന്ന മൊത്തം എല്ലായിടത്തേക്കും. മുമ്പിൽ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, അത് പൂവിൻ്റെ വണ്ടിയാണ് കേട്ടോ. എൻ്റെ ബേക്കിൽ കണ്ട മറ്റേ പൂവിൻ്റെ ചിത്രം കണ്ട, ഈ പറഞ്ഞ പൂവാണ് നെതർലാൻഡിൻ്റെ കണ്ടമാനം കയറ്റുമതി ചെയ്യുന്നത്. ഇതിൻ്റെ കൃഷി നമ്മൾ കണ്ടമാനം കാണാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ 61-ാം നമ്പർ റോട്ടിലാണ് ഉള്ളത്. വിൻഡ്മില്ലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചപ്പുറത്ത്. ഈ റോട്ടിൽ 130 സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആലോചിച്ചേക്ക് ഇവിടെയൊക്കെ എത്ര സ്പീഡിൽ ആൾക്കാർ പോകുന്നത്. NH-66 വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്നാൽ ഇതേപോലെ ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഇടണം. കാരണം നമ്മുടെ നാഷണൽ ഹൈവേയിൽ അതില്ല. കുറ്റം പറയുന്നതല്ല കേട്ടോ, ഒരിക്കൽ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചേക്കരുത് ആരും തന്നെ. ഈ സൈഡത്തെ റോഡ് കണ്ട, ഇത് നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡാക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ്. എന്നിട്ട് ഇതിൻ്റെ വെളിയിൽ ഇറങ്ങി ആൾക്കാർ നിൽക്കും കേട്ടോ. ആ ഇത് കണ്ട, ആ ഇരുമ്പിൻ്റെ ഇത്, അത് കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടാണ് ആൾക്കാർ നിൽക്കുക. വണ്ടി ഇത് സ്പീഡ് ലൈൻ ആയതുകൊണ്ട് വണ്ടി തട്ടാനും മുട്ടാനൊക്കെ ചാൻസ് കൂടുതലായതുകൊണ്ടേ. നമ്മുടെയൊക്കെ നാട്ടിൽ വണ്ടി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ട് ഇടും വണ്ടി? നടു റോട്ടിലല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡിൽ പോകുന്ന എക്സ്പ്രസ് വേ പോലുള്ള വലിയ വലിയ റോഡുകളിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആക്സിഡൻറ്റ് കൂടും. നമ്മുടെ NH-66 കാര്യം പറഞ്ഞു കേട്ടോ. ഇത് സ്പേസ് വളരെ കുറവല്ലേ സൈഡാക്കി ഇടാൻ വേണ്ടി. നാഷണൽ ഹൈവേ പൂനെ മുംബൈ എക്സ്പ്രസ് വേയിലൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ സ്പേസ് ഒക്കെ ഉണ്ട്. മുന്തിരി കൃഷി. വിൻഡ് മില്ല് പാടാണ് കേട്ടോ, മൊത്തം വിൻഡ് മില്ല. നല്ല സ്ഥലമാണ് ഉണ്ടോ വിൻഡ് മില്ല്. എന്ത് രസമാണ് ഉണ്ടോ കാണാൻ, ഡ്രസ്സിൽ കാണാൻ. എല്ലാം ഉണ്ടോ ഓരോ കൃഷിയായിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ. ചെറിയ റോട്ടിൽ ഇറക്കി വിട്ടു കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയ റോട്ടിലാണ് പോകുന്നത്. പാർക്കിംഗ് ഒക്കെ കണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും പാർക്ക് ചെയ്യേണ്ടത്. ഇനി ചെറിയ സ്ഥലങ്ങളായിരിക്കും കേട്ടോ. കുഞ്ഞ് റോഡാ, അടിപൊളി സ്ഥലവും. ഇത് എന്തോ വനം പോലത്തെ സ്ഥലം കേട്ടോ, ഫുള്ള് വനമാണ് പറയാതെ. ഇവിടെയൊക്കെ അത്രയും സ്പീഡും ഉള്ളു, സ്പീഡെല്ലാം കുറവാട്ടോ. സിഗ്നലുള്ള സ്ഥലങ്ങളാണ്. ഈ പോകുന്ന റോഡിൽ തന്നെ 30 സ്പീഡ്. ലോക്കൽ റോഡാട്ടോ. ഇനിയിപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് പാർക്കിങ് വേണം, ഫുഡ് കഴിക്കണം. 2:20 ഓടാനുള്ളൂ. അതുപോലെ വലത്തേക്ക് ട്രക്ക് പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യൂറോപ്പിലൊക്കെ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് കുറേയൊക്കെ ട്രക്ക് പോകുന്നത്. ചില കമ്പനികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞു വിടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. കൊടും കാടാട്ടോ, നിപ്പിട്ട വനം. ഇത് യെല്ലോ കളർ റോഡ് കേട്ടോ. ബൈക്കിൽ ഇഷ്ടംപടി വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലേക്കൊന്നും ലൈറ്റ് വരുന്നില്ല സത്യച്ചാ. ഇപ്പം ഇത്രയും വെയിലടിച്ചിട്ടും അത്രയ്ക്ക് തിക്ക് വനമാണ്. റൗണ്ട് പോട്ട് തിരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ റൂട്ടിൽ വന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ബ്രേക്കിംഗ് കൂടുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും, നമ്മുടെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ.
അപ്പം ഇങ്ങനെയുള്ള ലോക്കൽ റോഡുകളിൽ പോകുമ്പോൾ നമുക്ക് ബ്രേക്കിങ് കൂടും, അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിൻ്റ് കുറയും കേട്ടോ. റെട്ടാർഡറിൽ എത്ര പിടിച്ച് വലിച്ചാലും ചില സമയങ്ങളിൽ പ്രശ്നമാണ്. ഇത് നമുക്ക് വേണ്ടിയാണ് കേട്ടോ, ട്രക്ക് ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള പാർക്കിംഗ് ആണിത്. ഉണ്ടോ, അത്യാവശ്യം വലുതാണ്. വേറെ പാർക്കിങ്ങൊന്നും കിട്ടൂല. റെട്ടാർഡർ വലിക്കുന്നുണ്ടോ, സ്പീഡാകുന്നുണ്ട്. 2 വലിച്ചപ്പോൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരിപ്പം ഒന്നുകൂടി വലിച്ചാൽ ഒന്നും കൂടി അടുത്ത ഗിയറിലേക്ക് ഡൗൺ ആവും. കറക്റ്റ് റോഡാട്ടോ. ചെറിയ തോതിൽ പണി കിട്ടി. 140 കിലോമീറ്റർ ഈ റോഡിൽ പോകണം കേട്ടോ. പണി കിട്ടി. ലോക്കൽ റോഡാണ്. അപ്പോൾ ഈ 140 കിലോമീറ്റർ ഈ റോഡിൽ പോയി. പിന്നെ അവിടുന്ന് ഒരു 7 കിലോമീറ്റർ പുറത്തോട്ട് ഇറങ്ങി പോകാനുള്ളൂ. ഫുള്ള് ലോക്കൽ റോഡ്. സ്പീഡ് ലിമിറ്റ് ശരിക്കും 80 ഉണ്ട്, പക്ഷേ ടോമിൽ 80 കാണിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ 80 തന്നെയാണ് പോകുന്നത്. ബേക്കിൽ ഒരു ട്രക്ക് വരുന്നുണ്ട്. അതങ്ങനെ ഓവർടേക്ക് കയറുകയാണ്. അവൻ്റെ പുറകെ നൈസായിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാടിൻ്റെ വന്യമൃഗങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള ഇതാണ് കേട്ടോ, നടപ്പാത എന്നൊക്കെ പറയാം. ഒരു പാലം കണ്ട, ഏതാ പാലം? താഴെ വീടുകളുണ്ട്. സൈഡിൽ ഈ ഗ്രില്ലും അതിനപ്പുറം ഗ്ലാസ്സും ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ സാധനങ്ങളൊന്നും വലിച്ചെറിയാണ്ടിരിക്കാനോ. ഇവിടെ ആരും സാധനങ്ങളൊന്നും വലിച്ചെറിയില്ല, അത് വേറെ കാര്യം. അതിൻ്റെ ആവശ്യമില്ല ആർക്കും. നമ്മൾ വണ്ടി ഇരുന്ന് എന്ത് തിന്നാലും അത് അവർ കയ്യിലോ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലോ വെച്ച് നേരെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബിന്നിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കളയുന്നുണ്ട്. നല്ല കൃഷിയാണ്. മലയിലും സൈഡ് എത്ര ചെരുവുള്ള സ്ഥലമെന്നുണ്ട്. അവിടെ കണ്ടോ അവർ കൃഷി ചെയ്തിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അംഗീകരിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മളും അത്ര മോശക്കാരല്ല, എങ്കിലും അത് പറയും കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. റോഡാണ് സൈഡിൽ കൂടെ. അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ റോഡുണ്ട് കേട്ടോ. ഇത് മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഒരു ചെറിയ ഒരു ടണൽ പോലെ ആക്കിയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം ആക്കിയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ, അല്ലാണ്ട് തുരങ്കമൊന്നും അല്ല കേട്ടോ. 1 നമ്പർ റോഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ 1 നമ്പർ റോഡാണ് നമ്മളിപ്പോൾ പാസ്സായിക്കൊണ്ടിരിക്കുന്ന ഭാഗം. ഭയങ്കര 2 സൈഡിലും കണ്ടാവും കുഴിച്ചിട്ട് കയറ്റം കുറയ്ക്കുന്ന കേട്ടോ. കയറ്റം കുറച്ച് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന 60 നമ്പർ റൂട്ടിൽ കേട്ടോ. വല അടിച്ചിട്ടിരിക്കുന്ന എന്നതിനാണെന്ന് അറിയാം. ഇതിൻ്റെ മേലെ കൂടെ ഹെവി ലൈൻ പോകുന്നുണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ വരുന്ന സ്ഥലത്ത് ഹെവി ലൈനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല. അത് റോട്ടിലേക്ക് പൊട്ടി വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഓരോരോ പരിപാടികൾ ചെയ്ത് നോക്കുന്നത്. ഈ പോകുന്നത് 1 നമ്പർ റോഡാണ്. ഈ മേലെ കൂടെ ആ ട്രക്കൊക്കെ അതിലേ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ വഴി. ഇത് ലോക്കൽ റോഡല്ല കേട്ടോ. ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വലിയ റോഡാണ്. 50 നമ്പർ യെല്ലോ റോഡ്. ഇങ്ങനെ ഒരു കാടിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 സൈഡും അത്യാവശ്യം നല്ലൊരു കാടാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ 85 തന്നെയാണ് പോകുന്നത്. ഇത് കയറ്റമായതുകൊണ്ട് സ്പീഡ് കുറവ്. ഇല്ലേ 55 തന്നെ കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല ഇറക്കും. ഉണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ പാടമെല്ലാം പോലെ ഉണ്ട് കൃഷി ചെയ്തിട്ടിരിക്കുന്നത്. കൃഷിഭൂമികളുടെ കളിയാണ്. ഇത് 2 സ്ഥലത്തും കൃഷി ചെയ്യുന്നു കേട്ടോ. ഇവിടെ അതെ, ഫ്രണ്ടിലും അതെ. നല്ല ഇറക്കമാണ്, പിടുത്തം പെട്ട ഇറക്കമാണ്. നല്ലൊരു വ്യൂ ആയിരുന്നു. ഒരു 500 മീറ്റർ WC വരുന്നുണ്ട്. WC പാർക്കിംഗ്. അപ്പോൾ നമ്മൾ അവിടെ കയറി ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്.
ഫുഡ് അടിച്ചിട്ടേ ഉള്ളൂ. ഇത് പുല്ലൂർശി കേട്ടോ, പുല്ലൂർശി. BMW ആ പോയത് കേട്ടോ. സൗണ്ട് കേട്ടായിരുന്നു. ഭ്രാന്തന്മാർ ഇവിടെയുണ്ട്, അതിൽ പോക്കണ്ട. അപ്പം നമ്മൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയിൽ കയറുക. ഈ ഫുഡിൻ്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഞാൻ പൊതുവെ മടിയനാണ്, മനസ്സിലാവുമല്ലോ. അതാണ് കണ്ടമാനം കാണിക്കാത്ത കേട്ടോ. പാർക്കിങ് അതാ ഒരുത്തം പോയി അവിടുന്ന്. ചെറിയ പാർക്കിംഗ് ആട്ടോ ഇത്. ഇവിടെ തന്നെ കുത്തിക്കാട്ടോ. ഇതൊക്കെ ഒരു ഐഡിയ ആണ്. ആദ്യമൊക്കെ ഒറ്റയടിക്ക് വണ്ടി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ബാക്കോട്ടും മുമ്പോട്ടും ഒക്കെ എടുത്ത് വെക്കലെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കൂല. ഇതൊക്കെ ഒരു ഐഡിയപരമായി എടുത്ത് വെച്ചാലേ നടക്കൂ. കണ്ടാ പഠിക്കും. ഒരു മലയാളിയാണോ അതോ പഞ്ചാബിയാണോ എന്നറിയത്തില്ല. അപ്പം നമ്മൾ പൊതുവെ ശരിക്കും പറഞ്ഞാൽ ഒരു മടിയനാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം 1 or 2 ഒരു ഫുഡ് ചോറാണേൽ അതിൻ്റെ കൂടെ ഒരു കറി, എന്തെങ്കിലും ഇറച്ചിക്കറിയോ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒപ്പിക്കലാട്ടോ. ആവേശമാക്കി പലതരം കറികളൊക്കെ ആയിട്ട് ഇതില്ല. അത് ബേസിൽ നിന്ന് വരുമ്പോൾ മാത്രമേ നമ്മളങ്ങനെ വെക്കാറുള്ളൂ, പലതരം കറിയും കാര്യങ്ങളൊക്കെ. ഇതാണ് പാർക്കിംഗ് കേട്ടോ. നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്. ഇതിലേക്ക് ലൈറ്റ് വരുന്നതാണോ നല്ല രസമില്ലേ? അതിലേക്ക് മാത്രം ലൈറ്റ് അടിക്കുമ്പോൾ നല്ല രസമില്ല കാണാൻ. നമ്മളിപ്പോൾ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്താനായിട്ടോ. 80 കിലോമീറ്റർ കൂടെ ഉണ്ട്. സോളാർ പാനലിൻ്റെ ഇതാണ് കേട്ടോ. സോളാർ പാനലിൻ്റെ ഒരു ചെറിയൊരു പാടം പോലെ ഉണ്ട്. എത്ര ഏരിയ അവർ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലെല്ലാം ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അപ്പുറ സൈഡ് ഉണ്ടോ, അതങ്ങനെ ആ ഒരു മലയിലേക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. 2 സൈഡും കേട്ടോ, അടിപൊളിയായിട്ട് കാണുന്നുണ്ടോ. കേട്ടോ താഴെ ഉണ്ട് കേട്ടോ, സോളാറിൻ്റെ താഴെ ഉണ്ട്, ഈ സൈഡും ഉണ്ട്, 2 സൈഡും ഉണ്ട്. താഴെ ഫുള്ള് പാടങ്ങളാണ് കേട്ടോ. പാടമെന്ന് പറഞ്ഞാൽ എന്തോ കൃഷി സ്ഥലമാണ്. എന്ത് കൃഷിയാണെന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഇതുണ്ടോ 2 സൈഡും നേരത്തെ പോലെ തന്നെ സോളാറാട്ടോ. എത്ര ഏരിയ എന്നുണ്ട് ഇവർ ഈ സോളാർ അടിച്ചിട്ടിരിക്കുന്നത്. ഇത്രയുണ്ട്. സ്ഥലമൊന്നുണ്ടോ, അവിടത്തേക്കാ ലൈറ്റ് പോകുന്ന കേട്ടോ. അതുകൊണ്ട് ഇത്ര അടിപൊളി. നമ്മൾ ബെൽജിയം കയറി. ഇത് ബെൽജിയത്തുള്ളൊരു പാർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ബിഗിനിങ് കൺട്രി അടിച്ചു പുറത്തോട്ട് ഇറങ്ങുക. നമ്മൾ ഓരോ കൺട്രി കയറുമ്പോഴും ഇതിനകത്ത് ബിഗിനിങ് കൺട്രി അടിക്കണം. പുതിയ ടാക്കോ ഒന്നും ബിഗിനിങ് കൺട്രി അടിച്ചില്ലെങ്കിലും സംഭവം വണ്ടി ഓടി കയറി അങ്ങ് പൊക്കോളും. ഇതാണ് കേട്ടോ ബെൽജിയം. പറപ്പ് ചെയ്ത് തുടങ്ങുകയാണ് നമ്മള്. ഇങ്ങനെയൊന്നും വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ ശരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ബെൽജിയത്തായിട്ടോ. ജർമ്മനി ആണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും പോലീസുകാർ. അടിപൊളി സ്ഥലമല്ലേ ബെൽജിയം. കയറിയപ്പോൾ വേറൊരു പ്രകൃതി വേറൊരു ലെവലായി. കാരണം ജർമ്മനിയിൽ പുല്ലൊന്നും വളരാൻ പെടില്ല, അവർ വെട്ടി വൃത്തിയാക്കും കേട്ടാ. ഇവിടെ പോയാൽ കുറച്ച് കച്ചറയൊക്കെ ഉണ്ടാവും. ഇതുണ്ടോ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടോ പുല്ല് വളം നിൽക്കുന്നു. എന്താ മോനെ, ഇതേ പാതാളത്തിലേക്കാണ് പോകുന്നത്. പാതാളത്തിലേക്ക് എന്തൊരു ഇത് ഇറക്കമെന്ന് അറിയാം. നല്ല ഇറക്കം കേട്ടോ. വേക്കുന്നുണ്ടോ വണ്ടിയെല്ലാം പോകുന്ന പോക്കണ്ട. ബെൽജിയം വീട് എനിക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ ബെൽജിയത്താട്ടോ. ഉള്ള പറയാലോ,
നമ്മൾ പല സ്ഥലങ്ങളിലും വീട് കണ്ടിട്ടുണ്ട്. ബെൽജിയത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് കണ്ടിട്ടുള്ളത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന പോലത്തെ വീടുകൾ കണ്ടിരിക്കുന്ന ബെൽജിയമാണ്. നമ്മൾ ബെൽജിയത്തിൽ ഓർഡർ എടുക്കേണ്ട സ്ഥലത്തേക്കായി പോകുന്ന കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാവാ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ടൗൺ ഏരിയകളാണ് മെയിൻ. ഇതെല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടെ. പക്ഷെ ഇതിലെ വണ്ടി കൊണ്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. മണ്ടയൊക്കെ തട്ടുമെന്നാ സംശയം. ഇത് സാധനമൊക്കെ ലോഡ് കയറ്റി പോകുന്നുണ്ടോ, എല്ലാം മുറിച്ചിട്ടൊക്കെ. ഇത് റെയിൽവേ ക്രോസിംഗ് ആട്ടോ. ലൈറ്റ് കണ്ടാ അറിയാം. അല്ല, ഈ 2-3 കണ്ടപ്പോൾ ഞാൻ ഒരു റെയിൽവേ ക്രോസിംഗ് ആണ്. ടൗണാണ് കേട്ടോ. ടൗൺ ചെറിയൊരു ടൗണാണ്. സീനെല്ലാം 2 ഇതൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാട്ടോ. അമ്മച്ചിയൊക്കെ വൃത്തിയാക്കുന്നുണ്ടോ? വീടുകൾ എത്തിയേട്ടാ. എന്താണ് എവിടത്തേക്കാണെന്ന് ഒരു തിരുവാടില്ലല്ലോ. ഇതൊക്കെയാണ് റോഡ് പണി, അത് ഇത് പരിപാടികളൊക്കെയാണ്. ഉണ്ടാ വീടുകളുണ്ട്. അയ്യോ, മുമ്പിൽ വീടുകളുണ്ട്. എന്താ രസം. മെസ്സേജ് വന്നു കേട്ടോ, കമ്പനി ഫോണ്. ഇപ്പം നോക്കാൻ പോയാൽ ചൊറയാം, പിന്നെ നോക്കാം. ഇതൊക്കെ വീടാട്ടെ ഇവിടുത്തെ. നല്ല രസമില്ലേ ഇവിടുത്തെ വീട് കാണാൻ? അടിപൊളിയല്ലേ? ഒരേ പാറ്റേണിലുള്ള വീടുകൾ. പാതാളത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതേ കൂട്ട ഇറക്കം, ഭീകര ഇറക്കം കേട്ടോ. രണ്ടേ 4 കിലോമീറ്ററിന് കാർ കാരികളെല്ലാം കൊണ്ടിട്ടിട്ടുണ്ടോ? അടിപൊളി. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കേട്ടോ. ഞാൻ വിചാരിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നില്ല. ാണ് കൊണ്ട കമ്പനി വെക്കുന്നത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇത് പമ്പാണ് കേട്ടോ, കാണാൻ മാത്രം ഉണ്ടല്ലോ. ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെയാ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമല്ലേ? കമ്പനിയിലേക്കാ പോകുന്ന കേട്ടോ. കമ്പനി ഇപ്പൊ ഇനി ഇവിടുന്ന് ഒരു 1.4 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ നേരത്തെ ക്യാമറ സെറ്റാക്കുമായിരുന്ന അടിപൊളി വ്യൂ കിട്ടിയാണ് കേട്ടോ. .3 കിലോമീറ്റർ. ബെൽജിയത്തെ വീട് കണ്ടോ? നല്ല രസത്തിലാണ്. കിടിലൻ സ്ഥലമല്ലേ ഇത്? ഈ വലത്തും ഇടതുവശത്തും ഒക്കെ ഉള്ള വീടാണ് കേട്ടോ. നല്ല കിടിലം വീടുകളാണ്. സ്ഥലം കണ്ടോ? ഒരു കച്ചറ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ബെൽജിയത്ത് പൊതുവെ കച്ചറയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതേപോലെ ഇച്ചിരി ഉള്ളേരിയകളിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഇടുന്ന സ്ഥലങ്ങളുണ്ട്. കുപ്പി, പാത്രം, കച്ചറ പിച്ചറ. പക്ഷെ ഇത് ടൗൺ ആണ്, അതുകൊണ്ടെല്ലാം വൃത്തിയാക്കി ഇടുന്നു. After 200 meters, cross the roundabout and take the first exit, N61B. റൗണ്ടാബോട്ടിന്റെ
കളിയാണല്ലോ, തലങ്ങും വിലങ്ങും റൗണ്ട് അപ്പ് ഇട്ടാണല്ലോ. Take the first exit at the Cross the traffic roundabout circle. and take the first exit. ബസ്സെല്ലാം ഉണ്ട് കേട്ടോ, ബസ്സൊക്കെ ഉണ്ട്. Now turn right. After 250 meters, turn left onto Rue de la Forge and then turn sharply left. അത്രയൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ After വേണ്ടി. ഇങ്ങനെയുള്ള റൗണ്ട് 600 അപ്പ് meters, turn right onto Rue de la Papeterie and then you will reach your destination. ഇല്ല, വഴി തെറ്റും കേട്ടോ, ഉറപ്പായിട്ടും പറയാം, വഴി തെറ്റും, പണി പാളും. നേരെ ടൗൺ ഏരിയയിൽ ഉള്ളിലേക്കെല്ലാം ചില സമയത്ത് പോയി കയറി കഴിഞ്ഞാൽ പണി പാളും. കാരണം തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ വരുവേ. ഇതാണ്ട് അവൻ ലോഡ് ഇറക്കി കേട്ടോ, ഇവൻ ലോഡ് ഇറക്കിയിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ എത്തി ആശ ലോഡ് ഇറക്കിയിട്ടെന്തോ പായ റെഡിയാക്കുന്ന. ബെൽജിയത്തെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടോ? After 300 meters, turn right onto Rue de la Papeterie and then you will reach your destination. After 200 meters, turn right, then ഇതാണ് കമ്പനി. എത്തി. turn right. ഇതിനകത്ത് കയറാൻ വേണ്ടി അതിന്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ അവിടെ Now വെച്ചിട്ടുണ്ട്. turn right. നമ്മളിപ്പോൾ കമ്പനിയിൽ എത്തിയിട്ടോ, അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ പേപ്പറൊക്കെ ആയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ പേപ്പർ വർക്കൊക്കെ ഉണ്ട്, അതെല്ലാം പോയി ചെയ്തിട്ട് വരാം. നമുക്ക് ഇറക്കേണ്ട സ്ഥലം മാറി കേട്ടോ, നമ്മൾ ഇറക്കേണ്ട സ്ഥലം ഇതല്ല, അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇറക്കണ്ട. അപ്പോൾ നമ്മളത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കമ്പനി, ഈ കമ്പനീൻ്റെ വേറൊരു ഭാഗത്താണ് ഇറക്കേണ്ടത്. ഇതൊരു വീടാട്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോക്കാണ് നമ്മുടെ കഴിവ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. കണ്ടോ, ഓരോ വീടും ഓരോരോ വെറൈറ്റി വീടുകളാണ് കേട്ടോ. അതുകൊണ്ട് വേറൊരു വീട്. ഇവിടെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതെല്ലാം വീടാണ്, അടിപൊളിയല്ലേ? Sharp left to stay on Rue de la Papeterie, അവിടുന്ന് N61B. Then your destination will be on the left. ലെഫ്റ്റാണ് കേട്ടോ. ചില സ്ഥലങ്ങളൊക്കെ വളരെ കോമഡി തന്നെയാണ്. ഇപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചിട്ടൊക്കെ പോകണം നമ്മൾ. ഇവിടുന്ന് റൗണ്ട് അപ്പ് അടിച്ചിട്ട് തിരിക്കണം, എന്നിട്ടാണ് അങ്ങോട്ട് പോകേണ്ട കേട്ടോ. ഇതിനകത്തോട്ടോ, കാരണം നമ്മളിപ്പോൾ പോയിട്ട് തിരിച്ചിട്ട് വന്നു. അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ തിരിച്ചിട്ട് പോകാന്ന കേട്ടോ, പക്ഷെ അതവിടെ പാർക്കിങ് പാടില്ല എന്നാ കേട്ടോ. ഇവിടെ പാർക്കിങ് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവനും നമ്മുടെ ഇതിങ്ങോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. എത്തി കേട്ടോ, എത്തി. ഇത് തന്നെ സ്ഥലം. ഇതാ പൊളിച്ചടുക്കുന്നുണ്ട് ഇവിടെ ആളുകൾ, അടിപൊളി. ഇത് തന്നെ കേട്ടോ. ഇപ്പം ഇത് നമുക്ക് ഇറക്കാനുള്ള കേട്ടോ, ബാക്കിയൊക്കെ ഏകദേശം ഫുള്ള് ഫിനിഷായി. അതുകൊണ്ട് ഇത്ര ഓപ്പണിങ് ഇട്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ ഓപ്പണാക്കി ടോപ്പ് നോക്കി ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ലോഡ് ഇറക്കാൻ തുടങ്ങിയാണ്. നമുക്ക് അവിടെ ഒന്നും പോയി നിൽക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെ നിൽക്കത്തുള്ളൂ. ആ ചങ്ങായി നമ്മളെ ഒരു തരത്തിൽ അടുപ്പിക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് വെളിയിൽ ഇറങ്ങാൻ വിടുന്നില്ല. അവൻ നല്ലവനാട്ടാ, നമ്മൾ വിചാരിച്ചോളൊന്നുമല്ല. അതിന് നമുക്ക് ഇതൊക്കെ ആക്കി തരുന്നുണ്ട് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയൊക്കെ. കപ്പ അവനവിടെ താഴെ ഇടും. ഒരു കപ്പ അവിടെ
ബാക്കോട്ടൊക്കെ വലിച്ചു, ഫുള്ള് ബാക്കോട്ട് വലിച്ചു കേട്ടോ. ഞാൻ പാട് 2 ഉള്ളൂ മൊത്തം എടുക്കാൻ വേണ്ടി. പണിയുണ്ട്. ഏകദേശം ഫിനിഷായ കേട്ടോ. 2 റൗണ്ട് എടുത്താൽ പണി കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറച്ച് പൈപ്പ് ഇടാനുണ്ട്. പൈപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ, അല്ല, ഈ സൈഡത്തെ ഈ സാധനം ഇടാനുണ്ട് കേട്ടോ. പട്ട തട്ടപ്പര ഇടാനുണ്ട്. അതും കൂടി ഇട്ടാൽ നമ്മുടെ ഏകദേശം ഇവിടുത്തെ പരിപാടി ഫിനിഷായി കേട്ടോ. നമ്മൾ ആ പട്ടയൊക്കെ ഇട്ട് സൈഡ് പട്ട 4 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഫുള്ള് ഫിനിഷായി. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ ഏകദേശം ഫിനിഷായി. ഇനി പോകാനുള്ള പരിപാടി കേട്ടോ. ഈ CMR നമ്മൾ ഇതേപോലെ സൈൻ ചെയ്ത് മേടിക്കാനുണ്ട് കേട്ടോ. എല്ലാം മേടിച്ച് നമ്മൾ പരിപാടി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. Take the second exit at the traffic circle. After 1 kilometer, turn right. നമ്മളിത് പുറത്തോട്ട് പോകുന്ന ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ പൊതുവെ പോവുക. നല്ലൊരു ഇറക്കം ഇത്. ഇങ്ങനത്തെ അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതായത് ലോഡ് ഇറക്കാൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ പൊതുവേ കിട്ടാറുള്ളൂ. ചെറിയ സ്ഥലം കൂടി ആയിരിക്കും, അതുകൂടി പറയാം. Now turn right. After 500 meters, turn left, R61. പട്ടിക്കാട്ടിലേക്കൊക്കെയാന്ന് തോന്നുന്നു വിടുന്നത് ഇവര്. മാപ്പേ 400 മീറ്റർ. പിന്നെ നല്ല പെമ്പിള്ളേരെ കാണാൻ കേട്ടാ. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. After 300 meters, After turn 300 left meters, onto Avenue turn left, Elizabeth. R61. Now turn left. യൂറോപ്പിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലത്തെല്ലാം പോയി ഇങ്ങനെയൊക്കെ തന്നെയാണ്. Turn left, മാറ്റമൊന്നുമില്ല. R61. ഇതേപോലെ ആയിരിക്കും ടൗൺ ഏരിയകളുള്ള After റോഡുകൾ. 700 meters, take the second exit at the traffic circle. നല്ല കയറ്റം കണ്ട. ട്രെയിലർ പോയി തട്ടി കണ്ട അതിന്റെ ടോപ്പ് കൊത്തി ഇങ്ങനെ കൊത്തി വിട്ട പോലെ ഇല്ലേ, ഞങ്ങളാ. ഭ്രാന്തനാന്ന് കേട്ടോ ആ കയറിപ്പോയത്. നമ്മക്കാണ് സിഗ്നല്, അവന് അത് ഇതായി പോയതാ. വലതുവശത്ത് കണ്ടത് എന്തോ ഒരു ഫുഡിന്റെ, പിള്ളേരൊക്കെ എന്താ പരിപാടി, ഇവിടെ സ്പോർട്സ് സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. After 300 meters, take the അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതടിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും പറയാം കേട്ടോ.